മൂന്നാറിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട കാട്ടാന ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. കല്ലാർ മാലിന്യ പ്ലാന്റിൽ മറ്റൊരു ആനക്കുട്ടിക്കൊപ്പം കഴിഞ്ഞ ദിവസം എത്തിയ ഒറ്റക്കൊമ്പൻ മുടന്തിയാണ് നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്ന ആവശ്യവുമായി ഗ്രീൻ കെയർ കേരള രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം ആദ്യവാരമാണ് പടയപ്പയുമായുള്ള ഏറ്റുമുട്ടലിൽ ഒറ്റക്കൊമ്പന് പരിക്കേറ്റത്. ഇടതുവശത്തെ മുൻകാലിൽ മുറിവ് സംഭവിക്കുകയായിരുന്നു. തുടർന്ന് അസിസ്റ്റന്റ് വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കാലിൽ 40 സെന്റിമീറ്റർ നീളവും 6 സെന്റിമീറ്റർ വീതിയുമുള്ള മുറിവാണ് ഉള്ളതെന്നും മുറിവ് ഉണങ്ങി തുടങ്ങിയെന്നുമായിരുന്നു വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ. സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലെന്നുമായിരുന്നു വിദഗ്ധ സമിതി വ്യക്തമാക്കിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം കല്ലാറിലെത്തിയ ആന മുടന്തിയാണ് നടന്നിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒറ്റക്കൊമ്പന് ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ വനംവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആന ഇപ്പോൾ നടക്കുന്നത് വലിച്ചു വെച്ചാണ് നടക്കുന്നത്. ഇതിൻ്റെ മുറിവ് ഉള്ള സമയത്ത് ഇത് കല്ലാറുള്ള മൂന്നാർ മാലിന്യ പ്ലാന്റിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മുറിവിൽ കൂടെ ഇപ്പോൾ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതിന് ഇൻഫെക്ഷൻ ഉണ്ടായി പെട്ടെന്ന് ഉള്ളിലെ ആന്തരിക അവയവങ്ങളിലേക്ക് ഇത് പഴുപ്പുണ്ടായി വ്രണം വ്യാപിച്ച് ആനയ്ക്ക് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. മുറിവ് പൂർണ്ണമായും ഉണങ്ങുന്നതുവരെ RRT സംഘം നിരീക്ഷിക്കുമെന്ന് വനംവകുപ്പ് മുമ്പ് വ്യക്തമാക്കിയിരുന്നു. മുറിവ് ഉണങ്ങാത്ത സാഹചര്യത്തിൽ ആനയ്ക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.